ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം നമ്മൾ വീണ്ടും ഒരു മീഷോ ഹോളുമായിട്ടാണ് വന്നേക്കുന്നത്. വീണ്ടും എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മീഷോ ഹോളായിരുന്നു. പിന്നെ അന്ന് കുറേ ഷോർട്സ് ഒക്കെ മീഷോൻ്റെ ഇട്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ തമാശയ്ക്കാണെന്ന് ചോദിച്ചായിരുന്നു, നീ മീഷോൻ്റെ വല്ല അംബാസിഡറും ആണോ എന്നൊക്കെ. പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഓർഡറിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓഫറും വന്നല്ലോ, അന്നും ഓർഡർ ചെയ്തു. നല്ല ഓഫേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഓഫർ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഓഫറുകൾ വരുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കാമല്ലോ. ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറ്. അപ്പം നമുക്ക് ഓരോ സാധനങ്ങളിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എല്ലാം അൺബോക്സ് ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണ്, ഒറ്റയടിക്ക് വന്നതല്ല. കുറച്ച് ഡേയ്സ് ആയിട്ട് 2-3 സാധനങ്ങളൊക്കെ ഞാൻ യൂസും ചെയ്തു. ഉള്ള റിവ്യൂവും കൂടെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എന്തായാലും അൺബോക്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ആൻറ്റിക് ടൈപ്പ് മാലയാണ്. മാലയല്ല, ഒരു നെക്ലേസ് പോലത്തെ. നമുക്കിനി ഓണമൊക്കെ വരുമല്ലേ, കുറച്ചധികം ഫോട്ടോ എടുക്കാനും നമുക്ക് ഈ ടെമ്പിൾ ലുക്കിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള, എന്താ പറയുക, എനിക്കൊരു ഡൗട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഗോൾഡൻ കളർ ജ്വല്ലറീസ് ഒന്നും നമ്മുടെ മീഷോന്ന് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാം പേജസ് നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അപ്പം എനിക്കൊരു ഡൗട്ടായിരുന്നു, കാരണം എനിക്ക് ഈ മഞ്ഞളിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഗൈസ്, ഇത് അടിപൊളി സാധനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റ് ഫിനിഷാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ആന്റിക് ടൈപ്പ് അല്ല, ഒരുപാട് ആന്റിക് അല്ല എങ്കിൽ പോലും നല്ല ഇടിവെട്ട് മഞ്ഞ കളറും വരുന്നില്ല. ഗ്രീൻ ആൻഡ് റൂബി ആയിട്ടുള്ള സ്റ്റോൺസും അതിൻ്റെ ഇടയിൽ ഒരു നമ്മുടെ ഫ്ലവർ ടൈപ്പ് വർക്കുമാണ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുഞ്ഞി എന്താ പറയുക, ഡിസൈൻസ് ഒക്കെ വരുന്നതാണ്. നല്ല നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ ഇത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെയർ ഓഫ് കമ്മലും ഉണ്ട്. എൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു വർക്ക്, ഒരു ഡിസൈൻ വരുന്ന കമ്മലാട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇടിവെട്ട് കളറല്ല, നമുക്കിപ്പോൾ ഏത് ഒരു ടെമ്പിൾ ലുക്കിൻ്റെ കൂടെ ആയാലും അല്ലാതെ ഏത് സാരീസിൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ജ്വല്ലറിയാണിത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഞാൻ ഓഫറിന് വാങ്ങിയത് 150 റുപ്പീസിനാണ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് 205 രൂപയാണ് വരുന്നത് കേട്ടോ. പക്ഷെ 200 റുപ്പീസിന് നല്ല വേർത്താണ്. അപ്പം എന്തായാലും ഒരു മാലയല്ലേ കാണിച്ചത്, അടുത്തത് ഒരു മാല തന്നെ കാണിച്ചേക്കാല്ലേ. അപ്പം അടുത്തതും ഒരു മാല കാണിക്കാം. ഇതൊരു നേരത്തെ നമ്മൾ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതൊരു ആൻറ്റിക് ട്രഡീഷണൽ ടൈപ്പ് ആണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ്. നമുക്ക് എന്താണ്, ഈവനിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ മോഡേൺ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ജ്വല്ലറിയാണ്. ഇതും അതുപോലെ ഭയങ്കര ഡീറ്റെയിൽഡിങ് ആയിട്ട് റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആ പ്രൈസ് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇത് എനിക്ക് കിട്ടിയിരുന്നത് 130 റുപ്പീസിനാണ്, വെറും 130 റുപ്പീസിന്. ഇപ്പം 160 റുപ്പീസ് ആയെന്ന് തോന്നുന്നു, 30 റുപ്പീസ് കൂടി. പക്ഷേ 160 ആണെങ്കിലും ഇത് അടിപൊളിയാണ്. നമുക്കൊരു ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ സെയിം ഡിസൈനിൽ ഒരു പെയർ ഓഫ് കമ്മലും അതുപോലെ തന്നെ ഒരു നെറ്റിച്ചുട്ടിയും വരുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇതിൻ്റെ ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി ബ്ലാക്ക് ആയിരുന്നു വിചാരിച്ചത്, പക്ഷെ എങ്ങനെ ഇത് കിട്ടിയെന്ന് എനിക്കറിയാം. ഞാൻ ബ്ലാക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷെ ഇത് വന്നപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഇതും അടിപൊളിയാട്ടോ. ബ്ലാക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രസം ഉണ്ടാവുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഐ ലവ് ഇറ്റ്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഓണം മുന്നിൽ കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഓണം ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഹെയർ ആക്സസറീസ്, പിന്നെ അങ്ങനത്തെ ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കി മെയിനായിട്ടും എടുത്തായിരുന്നത്. ഹെയർ ആക്സസറി കാണാം. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തു. ഞാൻ ആ വീഡിയോ ഇവിടെ കാണിച്ചേക്കാം കേട്ടോ. സിംഗിളായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ്, നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം നമുക്ക് ഇടാൻ പറ്റിയ 2, 3, 4, 5, 5 ഈ നല്ല റെഡ് ഫ്ലവർ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ യൂപ്പിന്നില്ലേ, അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പം സുഖമാണ്, നമുക്ക് വേറെ സ്ലൈഡിൻ്റെ ആവശ്യം
ഇത് ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇവിടെ ഒരു കോല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതുപോലെ ഇതില്ല സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ വേറെ ഹെയർ പിന്നൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയാണോ വേണ്ടത്, ഇപ്പൊ മുടി പിന്നിട്ടാൽ ഇങ്ങനെ 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 ചെയ്ത് കൊടുത്താൽ മതി. 5 വരുന്നത്. അപ്പൊ ഇത് നമുക്ക് വരുന്നത് ഓഫറിന് എനിക്ക് കിട്ടിയത് 120 രൂപയ്ക്കാണ്. ഇപ്പൊ എനിക്ക് റേറ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട്, 190 രൂപയായിട്ടുണ്ട്. 190 രൂപയ്ക്ക് നമ്മളെ ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്യുന്നവരാണ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ആക്സസറീസ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നെങ്കിൽ ഇത് വേർത്താണ്. അടുത്ത നമുക്ക് വീണ്ടും ഒരു മാല കാണാം. ഇതെന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ് ജ്വല്ലറിന്റെ ഒരു മാലയാണ്. നമ്മുടെ എന്താ പറയാ, ഇപ്പൊ സിൽവർ ടൈപ്പ് ഓഫ് മാലകൾ, കമ്മലുകൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത് നോക്കാം. ഒരു ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അപ്പൊ നമുക്കിത് നോക്കാം. യെസ്, ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്സിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് സ്റ്റോൺസ്, സിൽവർ പ്ലേറ്റിങ്ങിൽ ബ്ലാക്ക് സ്റ്റോൺസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേൾസും അടിയിൽ വരുന്നതാണ്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ കയറ് വരുന്നത്. ഇവിടെ ജസ്റ്റ് അവർക്കൊരു സിൽവർ ചങ്ങല പോലത്തെ കൊടുത്താലും ചെയിൻ പോലത്തെ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിനെ ഇവർ ഈ കറുപ്പ് ചരട് കൊടുക്കുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇത് നമ്മുടെ ചോക്കർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണില്ല. ഇങ്ങനെയൊക്കെ ആവുന്നതിൽ ചിലർ ഇത് കൊടുക്കും, അതെനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ 100 രൂപയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ കമ്മലായാലും ഇതുപോലെ ഒരു ഇതിന്റെ സൈഡിലായിട്ട് നമുക്കൊരു മയിലിന്റെ ഡിസൈൻ കാണാം. ഈ ചോക്കറിന്റെ രണ്ടറ്റത്തൊരു മയിലിന്റെ ഡിസൈനാണ്. അപ്പൊ കമ്മലിൽ വരുന്നത് ആ മയിലും പ്ലസ് ഒരു ജുമുക്കയുടെ കുഞ്ഞി ജുമുക്കയായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് കമ്മൽ വരുന്നത്. കമ്മൽ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇതൊരു ചിക്കൻ കറിയുടെ കൂടെ സ്റ്റൈൽ ചെയ്ത് നോക്കി, പക്ഷെ എനിക്കൊന്നും മാലയും കമ്മലും കൂടെ ഇച്ചിരി ഹെവി ആയ പോലെ തോന്നി. രണ്ടും സെപ്പറേറ്റ് യൂസ് ചെയ്യാം, ഒരുമിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ. അപ്പൊ ഇത് 100 റുപ്പീസിന് ഭയങ്കര അടിപൊളിയാട്ടോ. ഇപ്പൊ ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 160 ആയിട്ടുണ്ട്. കാർട്ടിലിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാർട്ടിലിട്ട് വെച്ചോ, നമുക്ക് എന്തായാലും റേറ്റ് കുറയുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ കുറെ ജ്വല്ലറീസ്, ഹെയർ ആക്സസറീസ് ഒക്കെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി ഒരു ഡ്രസ്സ് കണ്ടാലോ. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൗസ് ആട്ടോ. ഞാൻ ഓൺലൈനിൽ അങ്ങനെ പണ്ട് ഞാനൊരു ബ്ലൗസ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ റിട്ടേൺ ചെയ്തില്ല. ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ഇപ്പൊ വണ്ണം വെച്ചുകൊണ്ട് കയറുമില്ല. പക്ഷെ എങ്കിലും ഞാൻ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ തന്നെ കണ്ടു, ഓർഡർ ചെയ്തു, വാങ്ങി. ആ ബ്ലൗസ് ഒന്ന് കണ്ടു നോക്കാം. മീഷോ ഇപ്പൊ പാക്കിംഗ് ഒക്കെ വെറുതെ മാറ്റി സെറ്റപ്പ് ആക്കിയില്ല. ഇങ്ങനത്തെ ട്രാൻസ്പാരന്റ് കവർ മീഷോ പണ്ട് വെറുതെ ഒരു ലോക്കൽ കവറൊക്കെ, മീഷോ ഒക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയി. അപ്പൊ നമുക്ക് ഞാൻ ഓൾറെഡി അൺപാക്ക് ഒക്കെ ചെയ്തതാട്ടോ. വലിയ ബ്ലൗസ് പോലെ ഇരിക്കുന്നു ഗൈസ്. വെൽവെറ്റിന്റെ ബ്ലൗസ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫുൾ ഗോൾഡൻ ത്രെഡ് വർക്കും ചെറിയ കയ്യിലായിട്ട് ചെറിയൊരു സീക്വൻസ് വർക്കുമാണ് വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇടിവെട്ടാണോന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇടിവെട്ട, ഐ മീൻ നമ്മളെ വെറുതെ ഇത് കാണും. പക്ഷെ എനിക്കൊന്ന് ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഫ്രണ്ട് ഓപ്പൺ ആണ്, ബാക്കിലൊരു കെട്ടൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതാണ് മീഷോന്ന് വാങ്ങുന്ന മിക്കതും ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കും. അത് ഈ ബട്ടൺസ് ഭയങ്കര ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒന്നിടുമ്പോൾ മറ്റേത് ഊരിപ്പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും. കഴുത്തൊക്കെ ഓക്കെ കേട്ടോ, ബാക്കിലെ കഴുത്തായാലും ഫ്രണ്ടിലെ കഴുത്തായാലും ഒക്കെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര സൂപ്പർ സ്റ്റിച്ചിങ് ആണ്. പ്ലസ് എന്താ പറയാ, പാഡഡ് ആയിട്ടുള്ള വരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ പാഡ് എടുത്ത് കളയാനുള്ള പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ്. പാഡഡ് ആയിട്ടാണ് വരുന്നത്. വെൽവെറ്റ് എന്തായാലും സാധനം അടിപൊളിയാണ്. നമുക്ക് ഈ വെൽവെറ്റിൽ ഈ ഡിസൈൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സാധനം എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്, എല്ലാ ഡിസൈനിങ്ങും. പിന്നെ ചെറിയൊരു നമുക്കിത് ഈ ത്രെഡ് വർക്കിന് പകരം ബീഡ്സ് വർക്ക് ആണെങ്കിൽ വെറുതെ പൊളിച്ചേനെ. പക്ഷെ ത്രെഡ് വർക്കാണ് ഗൈസ്. അപ്പൊ ഞാൻ വാങ്ങിയേക്കണ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്കാണ്. 250 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഇത് സൂപ്പർ വേർത്താണ്. കാരണം നമുക്കൊരു വെൽവെറ്റിന്റെ മെറ്റീരിയൽ ഒരു മീറ്ററിന് തന്നെ ഉണ്ട് 100+. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഡിസൈനിങ് ചെയ്യുവാണെങ്കിൽ
അറിയാലോ. അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആയിട്ടുള്ള വെൽവെറ്റിന്റെ മെറ്റീരിയൽ വാങ്ങുവാണെങ്കിലും അത്യാവശ്യമുണ്ട്. പിന്നെ എന്താ പറയാ, ടൈലറിങ്, തയ്യലിന്റെ പൈസ. അത് ഒരു ബ്ലൗസ്, ഒരു സാധാ ഒരു പ്രിൻസസ് കട്ടല്ലാത്ത ബ്ലൗസ് തയ്ക്കാൻ തന്നെ വേണം 500 പ്ലസ്. അപ്പൊ ഇതൊരു 200 രൂപയ്ക്ക് നമുക്ക് വെൽവെറ്റിന്റെ, ഇനിയിപ്പോ വെൽവെറ്റിന്റെ കാലമാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നണത്. കാരണം വെൽവെറ്റിന്റെ ട്രെൻഡ് കഴിഞ്ഞ് വെൽവെറ്റ് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെൽവെറ്റിന്റെ ഈ ബ്ലൗസ് 200 രൂപയ്ക്ക് ഞാൻ പറയുന്നത് സൂപ്പർ വർത്ത് ആണ്. നമുക്ക് സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ റേറ്റ് 380 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ റേറ്റ്. എന്നാലും കാർട്ടിലിട്ട് വെച്ചോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. കാരണം 200 രൂപയ്ക്ക് ഞാൻ പറയും എന്താ, ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. ഞാൻ പിന്നെ ബ്ലാക്ക് ആവുമ്പോൾ ബേസിക് ആണല്ലോ, എല്ലാത്തിന്റെ കൂടെ പെയർ ചെയ്യാം എന്നോർത്തിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നോക്കിയെടുത്ത് വെച്ചോ, കാർട്ടിലിട്ട് വെച്ചോ, അടിപൊളിയാണ്. പിന്നെ എനിക്ക് തോന്നും നമ്മൾ സാധാരണ ലാർജ് ആണ് വാങ്ങിക്കാറെങ്കിൽ മീഡിയം മതിയെന്ന് തോന്നുന്നു. ഇത് കൈയൊക്കെ കുറച്ച് കണ്ടോ, അങ്ങനത്തെ നമ്മുടെ സൈസിന്റെ ഒരു സൈസ് ചെറുത് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ വാങ്ങിയിട്ട് ഓൾട്ടർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ഓൾട്ടർ ചെയ്യിച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഫുൾ വർക്ക് ആയതുകൊണ്ട്. അങ്ങനെ നോക്കിയത്. കാരണം ഞാനിത് ലാർജ് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് വലുതാണ്. അപ്പം ഇനി ഇത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എല്ലാവരും വാങ്ങിട്ടോ. അപ്പോൾ ഡേയ്സ് കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് ഈ വീഡിയോയിലായിട്ടുണ്ടെങ്കിൽ. അത് ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ നമുക്ക് ഒരു പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.